എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ബിസിനസ് വിജയത്തിന് വേണ്ടിയിട്ട് ഏതൊരു സംരംഭകനും സ്വയം ചോദിക്കേണ്ട ഒരു 9 ചോദ്യങ്ങളുണ്ട്. ഈ ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തേണ്ടത് സ്വന്തം ബിസിനസ്സിനെ വിജയത്തിലേക്ക് നീക്കുന്നതിനും അതുപോലെ തന്നെ ടീമിലുള്ള ആളുകൾക്കെല്ലാം ആ ബിസിനസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ വ്യക്തമായൊരു ക്ലാരിറ്റി കിട്ടാനും സഹായിക്കും. ഒന്നാമത്തെ കാര്യം ഇമ്പാക്റ്റ്. എന്ത് ഇമ്പാക്റ്റാണ് നമ്മുടെ ബിസിനസ് വഴി നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്? നമ്മൾ ബിസിനസ് ചെയ്യുന്ന മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് ഈ ബിസിനസ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇതിനൊരു ഉത്തരം കണ്ടെത്തിയിരിക്കണം. പരമാവധി അത് സ്പെസിഫിക് ആയിരിക്കുക, അതുപോലെ മെഷറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് കൊണ്ടുവരിക. അതായത് നമുക്ക് ഇന്ന കാര്യം എത്തിച്ചേരുക എന്നുള്ളത്, അല്ലെങ്കിൽ സമൂഹത്തിലെ ഇന്ന പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ എൻ്റെ ബിസിനസ്സിനെയോ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റിനെയോ ഞങ്ങളുടെ സർവീസിനെയോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് വളരെ വ്യക്തമാക്കുക. നമ്മൾ ഏത് ടാർഗറ്റ് ഓഡിയൻസിനെ അല്ലെങ്കിൽ ഏത് കസ്റ്റമർ ബേസിനെയാണോ സെർവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവരുടെ മുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. 2 മിഷനാണ്. മിഷനെ പറ്റിയുള്ള ക്ലാരിറ്റി, അതായത് നമ്മുടെ കോർ ആക്ടിവിറ്റി, നമ്മളിപ്പോൾ എന്ത് ഫോക്കസ് ചെയ്താൽ മുന്നോട്ട് പോകേണ്ടത്, ആരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്, നമ്മുടെ ബിസിനസ് ആ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഏത് രൂപത്തിലാണ് റീച്ച് ചെയ്യാൻ പോകുന്നത്, ഏത് മാർക്കറ്റ് സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, മാർക്കറ്റിലുള്ള അപ്പർ ക്ലാസ്സിനെയാണോ മീഡിയം ലെവലിലുള്ള ആളുകളെയാണോ അല്ലെങ്കിൽ വളരെ സാധാരണക്കാരായ ആളുകളെയാണോ, ആരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, എന്തായിരിക്കും ഈ നിമിഷം നമ്മൾ ഡേ ടു ഡേ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ കാര്യം പ്രിൻസിപ്പിൾസാണ്. പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാകും. പ്രിൻസിപ്പിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് മൂല്യമാണ് നമ്മുടെ ബിസിനസ് ഡെലിവർ ചെയ്യാൻ പോകണത്, എന്തൊക്കെ വാല്യൂസ്, എന്തൊക്കെ ബിഹേവിയറൽ ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാവുക, ഒരു തീരുമാനം എടുക്കുന്നതിന് നമ്മൾ എന്ത് മെത്തേഡാണ് അവലംബിക്കാൻ പോകുന്നത്. നമ്മുടെ ചിലപ്പോൾ പാർട്ട്നേഴ്സ് ഉണ്ടാവും ബിസിനസ്സിൽ, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേക്ക് ഏത് രീതിയിലായിരിക്കും നമ്മുടെ പെരുമാറ്റ രീതികൾ, നമ്മുടെ കമ്പനി അവലംബിക്കാൻ പോകുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്താണ്, ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസൊക്കെ നിർവചിച്ചിട്ടുണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം വിഷനാണ്. അടുത്തൊരു 3 to 5 വർഷത്തിനുള്ളിൽ നമ്മളുടെ കമ്പനി എവിടെ എത്തിയിരിക്കണം, എന്തുദ്ദേശത്തിലാണ് നമ്മൾ പോകുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. വളരെ വ്യക്തമായ ഒരു പിക്ചർ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇന്ന ഉദ്ദേശത്തിലാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത് എന്നുള്ളത്, ആ വിഷനെ പറ്റിയുള്ള ക്ലാരിറ്റി. 5ാമത്തെ കാര്യം സ്ട്രാറ്റജിയാണ്. നമ്മൾ ഈ വിഷനും മിഷനും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഇതിലേക്ക് എത്തിപ്പെടുന്നതിന് എന്തൊക്കെ തന്ത്രങ്ങൾ നമ്മൾ മെനയേണ്ടതുണ്ട്, എന്തൊക്കെയായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, ഗോൾസ്, നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യപ്പെടേണ്ടത്, ഏതൊക്കെ പ്രൊഡക്റ്റോ സർവീസോ ആണ് നമ്മൾ മാർക്കറ്റിന് ഓഫർ ചെയ്യുന്നത്, എന്തായിരിക്കും നമ്മുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മുടെ സ്ഥാപനത്തിനെ വേറിട്ട് നിർത്തുന്ന പ്രവർത്തന ശൈലി എന്തായിരിക്കും, ഈ തന്ത്രങ്ങളെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കുക. 6ാമത്തെ കാര്യം തീർച്ചയായിട്ടും ഗോൾസാണ്. നമുക്ക് സ്മാർട്ടായിട്ടുള്ള, വളരെ സ്പെസിഫിക്കും വളരെ മെഷറബിളും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതും വളരെ റെലവൻറ്റും ടൈം ബൗണ്ടും ഒക്കെ ആയിട്ടുള്ള ഗോൾസ് ഉണ്ടായിരിക്കണം ബിസിനസ്സിൽ. അതായത് നമ്മൾ ഈ സ്ട്രാറ്റജിയൊക്കെ മെനയുന്നത് എന്തിനു വേണ്ടിയാണ്, ചില ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും മനസ്സിലാവണം ഈ വർഷം നമ്മുടെ കമ്പനി ഇന്ന ഉദ്ദേശത്തിലാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, നമുക്ക് എന്ത് കീ റിസൾട്ട് ഏരിയകളാണ് ഓരോ പോയിന്റിൽ നിന്നും കൊണ്ടുവരേണ്ടത്, ആ ഗോൾസ് വളരെ ക്ലിയർ ആയിരിക്കണം. 7ാമത്തെ കാര്യം ക്യാപ്പബിലിറ്റീസാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് കുറേ സ്കില്ലുകൾ ഉണ്ടായിരിക്കണം. സ്ഥാപനത്തിൻ്റെ സ്കില്ലെന്ന് പറയുമ്പോൾ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ കഴിവുകൾ, എന്തൊക്കെ കോമ്പിറ്റൻസികളും ഉണ്ടായിരിക്കണം, എന്തൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റുക, ഉദ്ദേശിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ കപ്പാസിറ്റി എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക, ക്യാപ്പബിലിറ്റീസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക, എന്തൊക്കെ ടെക്നോളജി ആയിരിക്കും നമ്മൾ പുതിയതായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ റിസോഴ്സുകൾ അലൈൻ ചെയ്യണം, ഇതൊക്കെയാണ് ഈ ക്യാപ്പബിലിറ്റീസ് വഴി ചിന്തിക്കേണ്ടത്. 8ാമത്തെ കാര്യം ടാർഗറ്റ്സ് ആണ്. നമ്മൾ ഗോൾസ് പറഞ്ഞു, പക്ഷേ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റുകൾ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് റവന്യൂൻ്റെയൊക്കെ കാര്യത്തിൽ ചില കമ്പനികൾ ടേൺ ഓവർ ബേസ്ഡ് ആയിട്ട് പറയും, ചിലർ പെർസെൻറ്റേജ് വൈസായിട്ട് പറയും, അല്ലെങ്കിൽ ചില ഫിഗറുകൾ ഉണ്ടാവും, ഇതാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, നമ്മുടെ ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ ഇന്നതിൻ്റെ അകത്ത് നിർത്തണം, അല്ലെങ്കിൽ HR എക്സ്പെൻസസ് ഇന്ന കാര്യത്തിനകത്ത് നിർത്തണം, മാർക്കറ്റിംഗ് ഇന്നതിൻ്റെ അകത്ത് നിർത്തണം. ടാർഗറ്റുകൾ, വ്യക്തമായ ആനുവൽ ബിസിനസ് പ്ലാനിനെ സപ്പോർട്ട് ചെയ്യുന്ന ടാർഗറ്റുകൾ നമ്മുടെ സ്ഥാപനത്തിന് കണ്ടെത്തേണ്ടത് മുന്നോട്ടുള്ള പോക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനലി പറയാനുള്ളത് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ പറ്റിയാണ്. എന്തൊക്കെ സ്ട്രക്ചറും പ്രോസസ്സും സിസ്റ്റവും നമ്മുടെ കമ്പനിയിലുണ്ടായിരിക്കണം, എന്തടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കും, എങ്ങനെയായിരിക്കും ആശയവിനിമയം നടത്തുന്നത്, എങ്ങനെയായിരിക്കും നമ്മുടെ ബിസിനസ്സിലെ ഓരോ നീക്കങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇതിനുള്ള സിസ്റ്റംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടോ, ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. അപ്പോൾ 9 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓരോ സംരംഭകനും ബിസിനസ് വഴി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, എന്താണ് നമ്മുടെ മിഷൻ, എന്തൊക്കെ പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഫോളോ ചെയ്യുക, എന്താണ് നമ്മുടെ വിഷൻ, എന്തൊക്കെ സ്ട്രാറ്റജികൾ അഥവാ തന്ത്രങ്ങൾ ബിസിനസ്സിലുണ്ടായിരിക്കണം, എന്താണ് നമ്മുടെ ഗോൾസ്,
ഏതൊക്കെ ക്യാപ്പബിലിറ്റീസ് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ബിൽഡ് ചെയ്യണം, എന്തൊക്കെ ടാർഗറ്റ്സ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം, ഏതൊക്കെ മാനേജ്മെൻറ്റ് സിസ്റ്റംസ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംരംഭകന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുകയും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയുമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ സംരംഭകർക്കും ഈ കാര്യങ്ങളൊരു വ്യക്തത നേടാൻ സാധിക്കട്ടെ. താങ്ക് യു.